ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നീ തലീം 25 നിറവിൽ മുന്നേറ്റം, മുന്നിലിനിയും അടക്കുവാനുണ്ട് വിജയഗിരി ശൃംഗം. വിദ്യതൻ പൂവനം, ഇൽമു പൂക്കുന്ന പൂങ്കാവനം. ഇത് പരപ്പനങ്ങാടി. വിദ്യതൻ പൂവനം, ഇൽമു പൂക്കുന്ന അറബിക്കടലിന്റെ തീരത്തോട് തൊട്ടുരുമ്മി മലപ്പുറം ജില്ലയുടെ വടക്കു പടിഞ്ഞാറായാണ് പരപ്പനങ്ങാടി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ആശ്രിതർക്കായി സാന്ത്വനം, അലിമീങ്ങൾക്കെന്നും ആത്മജ്ഞാനമേകും. പരപ്പനങ്ങാടി ഗ്രാമത്തിന്റെ ചരിത്രം പ്രസിദ്ധമായ പരപ്പനാട് കോവിലകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മറിയൊഴുകുന്നൊരു തീരം, അജബിൻ ശാദ്വല സുന്ദരഹാരം. 1664 സാമൂതിരിയുടെ ഭരണാതിർത്തിയിൽ ഉൾപ്പെട്ടിരുന്ന ഈ നാട്ടുരാജ്യം 20 വിസ്തൃതമായിരുന്നു. വിദ്യതൻ പൂവനം 1792 ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ് പ്രകാരം പരപ്പനാട് ദേശം 10,000 രൂപ മൊത്തപ്പാട്ടത്തിന് വീരവർമ്മ രാജക്ക് ചാർത്തിക്കൊടുക്കപ്പെട്ടു. പരപ്പനാട് കൊട്ടാരവും ഊട്ടുപുരയും കുളിപ്പുരയും നെടുവ GUP സ്കൂളിന് കിഴക്കുവശത്തായി 6 ഏക്കർ വിസ്തൃതിയിൽ ജീർണിച്ച നിലയിലാണെങ്കിലും ഇന്നും അവശേഷിക്കുന്നു. ആത്മഭൗതിക വിദ്യ നൽകി, ആശയും സാന്ത്വനം എത്തി മിന്നും നൽകി. ആരിലും ആത്മഭൗതിക ഇതിഹാസമൊന്നെഴുതാനിൽ മിസൗദമൊന്നുയർത്തി. 1921 മലബാർ കലാപത്തിൽ പോലീസിനും പട്ടാളത്തിനും മാർഗതടസ്സം സൃഷ്ടിക്കുന്നതിനായി പരപ്പനങ്ങാടിയിൽ റെയിൽ പാളം പൊളിച്ചു മാറ്റിയിരുന്നു. മദബിന്റെ രാജമഞ്ജരി, അഹദിന്റെ പേരുയരും മോദപുഞ്ചിരി. കടപ്പുറത്തെ അങ്ങാടി എന്നറിയപ്പെടുന്ന പ്രദേശമായിരുന്നു പരപ്പനങ്ങാടിയുടെ ആദ്യകാലത്തെ ആസ്ഥാനം. അന്നത്തെ വലിയ വാണിജ്യ കേന്ദ്രവും ഇവിടെയായിരുന്നു. ഈ കേന്ദ്രത്തിന്റെ ബാക്കി ചിത്രങ്ങൾ ഇന്നും കാണാവുന്നതാണ്. പണ്ടുമുതൽ വാണിജ്യ രംഗത്ത് ഉണക്ക മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിൽ പരപ്പനങ്ങാടിക്ക് അതിപ്രധാനമായ സ്ഥാനമുണ്ടായിരുന്നു. വിദ്യ വിപ്ലവത്തിൻ ദീർഘചരിതമുണ്ടി താഴ്വര 25. വിദ്യാഭ്യാസ തൽപരരായ വ്യക്തികൾ മുൻകൈയെടുത്ത് പ്രാദേശിക അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചവയും പഴയ ഓത്തുപള്ളികളോടനുബന്ധിച്ച് നടത്തിയിരുന്ന പള്ളിക്കൂടങ്ങളുമാണ് പരപ്പനങ്ങാടിയിലെ ആദ്യകാല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കനലു താണ്ടി നട്ടു നനച്ചേരയുയർത്തി, കനകമിട്ട കൽപ്പവൃക്ഷ ചേലുവിടർത്തി. ഇതിഹാസമൊന്നെഴുതാനിൽ മിസൗദമൊന്നുയർത്തി ഹൃദ്യമിന്നി. പരപ്പനങ്ങാടി മുൻസിഫ് കോടതി അഞ്ചപ്പുരക്കും പയനിങ്ങലിനും ഇടയിലുണ്ടായിരുന്ന കിഴക്കിനിയകത്ത് കമ്മുക്കുട്ടി നഹയുടെ പാണ്ഡികശാലക്ക് മുകളിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് 1914 ഇപ്പോൾ രജിസ്റ്റർ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് മാറ്റുകയും അവിടെ നിന്നും 1918 ഇന്നത്തെ കോടതി വളപ്പിലെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അക്കാലത്ത് ചേറനാട് മുൻസിഫ് കോടതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇതിന്റെ മേൽക്കോടതികൾ തെക്കേ മലയം ജില്ലാ കോടതിയും മദ്രാസ് ഹൈക്കോടതിയുമായിരുന്നു. അതിവിപുലമായ ഒരു റോഡ് ശൃംഖല ആവിഷ്കരിച്ചു നടപ്പാക്കിയത് ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തായിരുന്നു. കൺകുളിർമ കാണുവാൻ വരൂ മഹോന്നത. കടലുണ്ടിപ്പുഴ മുതൽ പൂരപ്പുഴ വരെയുള്ളതായിരുന്നു പടിഞ്ഞാറ് ദിശയിലേക്കുണ്ടായിരുന്ന ഗതാഗതം. 1930കളിൽ കോഴിക്കോട്, കൊച്ചി ഭാഗങ്ങളിൽ നിന്നും പലചരക്കുകൾ കൊണ്ടുവന്നിരുന്നത് പാലത്തിങ്ങലിലെ പാണ്ഡ്യാലക്കടവിലൂടെയായിരുന്നു.
പഴമക്കാർക്ക് ബസ് സ്റ്റാൻഡ് ഇന്നും വണ്ടിപ്പേട്ടയാണ്. 1925-30 കാലഘട്ടങ്ങളിലാണ് ബസ് ഗതാഗതം ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. പരപ്പനങ്ങാടിയിൽ നിന്ന് തുടങ്ങി തിരൂരങ്ങാടിയിൽ അവസാനിക്കുന്നതായിരുന്നു ആദ്യത്തെ ബസ് സർവീസ്. 1861 മാർച്ച് 12 കമ്മീഷൻ ചെയ്ത തിരൂർ ചാലിയം റെയിൽപാതയായിരുന്നു പരപ്പനങ്ങാടിയിലെ പ്രഥമ റെയിൽപാത. 1862 മെയ് 12 മദിരാശിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽ ഗതാഗതം വിപുലീകരിക്കപ്പെട്ടു. സാഹിത്യമേഖലയിലും പരപ്പനങ്ങാടി ദേശത്തിന് ഏറെ പറയാനുണ്ട്. മലയാളത്തിന്റെ ലക്ഷണമൊത്ത പ്രഥമ നോവലായ ഇന്ദുലേഖ എഴുതപ്പെട്ടത് പരപ്പനങ്ങാടിയിൽ വെച്ചാണ്. 1889 പരപ്പനങ്ങാടി കോടതിയിൽ മുൻസിഫ് ആയിരിക്കെയാണ് തലശ്ശേരിക്കാരനായ ഒ ചന്തുമേനോൻ ഇത്തരമൊരു രചനയ്ക്ക് മുതിരുന്നത്. ആധുനിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായിരുന്ന NP മുഹമ്മദ് പരപ്പനങ്ങാടിയുടെ സന്തതിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ കണ്ണ് പരപ്പനങ്ങാടിയുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ആത്മകഥാംശമുള്ള നോവലാണ്. മുഹമ്മദ് സ്മാരക വായനശാലയാണ് ആദ്യത്തെ ഗ്രന്ഥാലയം. 1934 തുടങ്ങിയ ഈ സാംസ്കാരിക കേന്ദ്രം ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. ഇന്നും ഇവിടെ വായനയ്ക്കെത്തുന്നവരുടെ എണ്ണം ക്രമാതീതമാണ്. കൃഷിപ്പെരുമ ഏറെയാണ് പരപ്പനങ്ങാടിയിൽ. നെല്ല്, തെങ്ങ്, കവുങ്ങ്, വാഴ, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാന ധാന്യവിളകൾ. കാർഷിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ വികസന രംഗങ്ങളിൽ പരപ്പനങ്ങാടി ഏറെ നേടിയെങ്കിലും മഹത്തായ ഇസ്ലാമിക പാരമ്പര്യമുറങ്ങുന്ന നാട്ടിൽ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ 1989 തുടക്കം കുറിച്ച വിദ്യാഭ്യാസ സമുച്ചയമാണ് തഅലീമുൽ ഇസ്ലാം കോംപ്ലക്സ്. ദഅവ കോളേജ്, അഗതി അനാഥ മന്ദിരം, ഇംഗ്ലീഷ് മലയാളം മീഡിയം സ്കൂളുകൾ, ബോർഡിംഗ് മദ്രസ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സിവിൽ സർവീസ് പ്രീ കോച്ചിംഗ് സെന്റർ തുടങ്ങിയവ ഈ വിദ്യാഗേഹത്തിലെ ചിലത് മാത്രം. സംസ്കാര സമ്പന്നരും ധർമ്മബോധമുള്ളവരുമായ വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ സൃഷ്ടിച്ച് തഅലീം ജൈത്രയാത്ര തുടരുന്നു. ഉന്നത വിദ്യ നേടിടുവാൻ വന്ന് മുന്നിലെ മിഥ്യ പാതകൾ ഒഴിയുന്ന അറിവിന്റെ കാവലാളായി തഅലീമുയർന്ന് അലിവിന്റെ താളമേകി ചിരിക്കും കുറുന്ന് ഇന്നീ തഅലീം 25 നിറവിൽ മുന്നേ സിൽവർ ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്ന സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയാണ് ജനറൽ മാനേജർ ഊരകം അബ്ദുറഹ്മാൻ സഖാഫി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 1989 തുടക്കത്തിൽ എറണാകുളത്ത് നടന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം SYSന്റെ വാർഷിക സമ്മേളനത്തിൻ്റെ തീരുമാനമെന്ന നിലക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം മത ഭൗതിക സമന്വയങ്ങളോടുകൂടിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പല ജില്ലകളിലും സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആ കൂട്ടത്തിലാണ് പരപ്പനങ്ങാടി തഅലീമുൽ ഇസ്ലാം എന്ന ഈ സ്ഥാപനത്തിൻ്റെയും തുടക്കം ഉണ്ടാകുന്നത്.
പരപ്പനങ്ങാടിയിലെ പൗരപ്രധാനിയും നഹാ കുടുംബത്തിലെ കാരണവരും കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് ഹാജി മുഹമ്മദ് നഹാ സാഹിബ്, എറണാകുളം വക്കീൽ എന്ന പേരിലാണ് അദ്ദേഹം മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മർഹൂം VC ആറ്റക്കോയ തങ്ങൾ മുഖേന തഅലീം നിൽക്കുന്ന ഈ സ്ഥലം ശൈഖുന കാന്തപുരം ഉസ്താദിനെ ഏൽപ്പിക്കുകയും മർക്കസിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകുകയും ചെയ്തു. ആ സമയത്ത് വക്കീലവറുകൾ നിർദ്ദേശിച്ചത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന, പ്രത്യേകിച്ച് തീരദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് വളർന്നു വരുന്ന തലമുറക്ക് വിദ്യാഭ്യാസവും കരസ്ഥമാക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരുന്ന സ്ഥാപനങ്ങൾ ഈ സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാക്കണം. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന് വക്കീലവറുകൾ വാക്കുകൊടുക്കുകയും അതനുസരിച്ച് ശൈഖുന കാന്തപുരം ഉസ്താദ് തഅലീം നിൽക്കുന്ന ഈ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1989 മെയ് മാസം 18-ാം തീയതി വ്യാഴാഴ്ച തഅലീമിൻ്റെ തുടക്കമെന്ന നിലക്ക് അന്ന് കോമ്പൗണ്ടിൽ നിലവിലുണ്ടായിരുന്ന ചെറിയ പള്ളിയിൽ ഈ വിനീതൻ്റെ നേതൃത്വത്തിൽ ദർസ് ആരംഭിക്കുന്നത്. ശൈഖുന കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ MM അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ദർസ് 25 വിദേശ വിദ്യാർത്ഥികളും അത്ര തന്നെ സ്വദേശത്തുള്ളവരും പഠിതാക്കളായി അന്ന് ആ ദർസിൽ ഉണ്ടായിരുന്നു. പിന്നീട് താനാളൂർ അബ്ദു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പള്ളി വിപുലീകരിച്ചതിൻ്റെ ശേഷം വിപുലമായ തോതിൽ ദർസ് നമ്മുടെ സ്ഥാപനത്തിൽ നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ മഹനീയ കരങ്ങളാൽ 1990 ഫെബ്രുവരി 27-ന് അനാഥ അഗതി മന്ദിരത്തിന് തറക്കല്ലിടുകയും ഉസ്താദുൽ അസാത്തീദ് ശൈഖുന OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ കട്ടില വെക്കുകയും ചെയ്ത മഹത്തായ സ്ഥാപനം 1993 മെയ് മാസത്തിൽ 11 കുട്ടികൾക്ക് പ്രവേശനം കൊടുത്ത് അനാഥ അഗതി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. 1993 ജൂൺ മാസത്തിൽ തന്നെ LKGയിലേക്ക് ഏതാനും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്ത് തഅലീം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു. തഅലീം അനാഥ അഗതി മന്ദിരത്തിലെ കുട്ടികളെയും പരിസര പ്രദേശങ്ങളിലുള്ള ഏതാനും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി 1995 മാർച്ച് മാസത്തിൽ തഅലീം ഓർഫനേജ് ഹൈസ്കൂള് പ്രവർത്തനം തുടങ്ങുകയുണ്ടായി. 2005 ജൂൺ മാസത്തിലാണ് തഅലീമിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് തുടക്കം കുറിച്ചത്. ഇന്ന് ഈ സ്ഥാപനം 25 വർഷം പിന്നിടുമ്പോൾ സിൽവർ ജൂബിലി നടക്കുന്ന ഈ സമയത്ത് തഅലീം എന്ന് പറയുന്ന മഹത്തായ ഈ സ്ഥാപനത്തിൽ അനാഥ അഗതി മന്ദിരം, ദഅ്വ കോളേജ്, LP UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, LP UP ഹയർ സെക്കൻഡറി മദ്രസകൾ എന്നിവയിലായി 2000-ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടിയുള്ള അൺഎയ്ഡഡായി പ്രവർത്തിക്കുന്ന ഓർഫനേജ് ഹൈസ്കൂളിൽ നിന്ന് 14 ബാച്ചുകൾ ഇതിനകം SSLC പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. 100% വിജയത്തോടെ നല്ല മാർക്ക് വാങ്ങി പുറത്തിറങ്ങിയ വിവിധ ബാച്ചുകളിൽപ്പെട്ട വിദ്യാർത്ഥികൾ വിവിധങ്ങളായ തലങ്ങളിൽ ഉയർന്ന നിലവാരത്തിൽ എത്തിയവരും നല്ല മുദരിസുമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സംഘടനാ നേതാക്കന്മാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ,
അങ്ങനെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ തുടരുന്നവരുണ്ട്. LKG മുതൽ +2 വരെയുള്ള മദ്രസകളുടെ പൊതുപരീക്ഷകൾ നടക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ 1 മുതൽ തുടർച്ചയായി 5ഉം 6ഉം വരെയുള്ള റാങ്കുകൾ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അനാഥ അഗതി മന്ദിരത്തിലെ വിദ്യാർത്ഥികളും ദഅ്വാ കോളേജിലെ വിദ്യാർത്ഥികളും അങ്ങനെ ഈ സ്ഥാപനം പരിപൂർണമായി ദത്തെടുത്ത മക്കൾ, അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള പഠനം, ചികിത്സ, താമസം തുടങ്ങിയവ മുഴുവനായും ഈ സ്ഥാപനം അവർക്ക് ഫ്രീ ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 35 യതീം കുട്ടികൾ പൂർണ്ണമായി നാം ദത്തെടുത്ത് ഈ സ്ഥാപനത്തിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ തൈലീം എന്ന് പറയുന്ന മഹത്തായ ഈ സ്ഥാപനം ഇന്ന് ഭക്ഷണം, ശമ്പളം, അതുപോലെയുള്ള കാര്യങ്ങൾ തുടങ്ങിയവക്കായി മാസാന്തം 10 ലക്ഷം രൂപയോളം ചെലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ നമ്മുടെ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് സ്ഥാപനത്തിനെ പല നിലക്കും സഹായിക്കുന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹായിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അർഹമായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് സ്ഥാപനം 25ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ നിറവിലാണ്. മെയ് മാസം 12, 13, 14, 15 തീയതികളിലായി വിവിധങ്ങളായ വിഷയങ്ങളിൽ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി സമ്മേളനം നടക്കുമ്പോൾ എല്ലാ ആളുകളെയും സ്ഥാപനത്തിലേക്ക് പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുന്നു. സമ്മേളനത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട്, സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ നിലക്കും സ്ഥാപനവുമായി സഹകരിച്ച് സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗവാക്കാവണമെന്ന് ഓർമ്മപ്പെടുത്തി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമാറാവട്ടെ എന്ന ദുആയോടുകൂടി ഒരിക്കൽ കൂടി എല്ലാവരെയും സിൽവർ ജൂബിലി സമ്മേളനത്തിലേക്ക് പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുന്നു. നിറവിൽ മുന്നേറ്റം മുന്നിലിനിയുമടക്കുവാനുണ്ട് വിജയഗിരി ശൃംഗം. ഇന്നീ തലീം 25 നിറവിൽ മുന്നേറ്റം മുന്നിലിനിയുമടക്കുവാനുണ്ട് വിജയഗിരി ശൃംഗം. സമുദായ സേവന വീതി കമനീയ മകൾ നാമം.